ഹലോ ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. ഇതിന്റെ തുടക്കം കണ്ടില്ലെങ്കിലും അറ്റ്ലീസ്റ്റ് ഇതിന്റെ അവസാനം നിങ്ങൾ കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ നിങ്ങളോട് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. അതിന്റെ നിങ്ങളുടെ അഭിപ്രായം താഴെ ഇപ്പോൾ തന്നെ രേഖപ്പെടുത്തിക്കും. ചോദ്യം ഇതാണ്: ഒരു സിനിമയിലെ വയലൻസ് നമ്മുടെ സമൂഹത്തിലെ കുട്ടികളെയോ അല്ലെങ്കിൽ മുതിർന്നവരെയോ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഉണ്ടെന്നും ഇല്ലെങ്കിൽ ഇല്ലെന്നും നിങ്ങളുടെ ജെനുവിൻ ആയിട്ടുള്ള മറുപടി താഴെ കമന്റ് ചെയ്യുക. കാര്യം എനിക്ക് ഇതിനകത്ത് ഇതുവരെ ഒരു ക്ലിയർ പിക്ചർ എനിക്ക് കിട്ടിയിട്ടില്ല. സീരിയസ്ലി ഞാനും കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ്. ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ലയോ? ഞാനും ഇപ്പൊ അതിനെപ്പറ്റി സ്റ്റഡി ചെയ്തുകൊണ്ടിരിക്കുകയാണ് സീരിയസ്ലി. കാര്യം നമ്മുടെ നാട്ടിൽ നടന്നു വരുന്ന കുറെ ഇഷ്യൂസ് ഇങ്ങനെ എടുത്ത് കാണുമ്പോൾ ചിലപ്പോൾ തോന്നും ഇത് അതുകൊണ്ടാണോ ഉണ്ടാവുന്നത്, ചിലപ്പോൾ തോന്നും ഇത് അങ്ങനെ ആയിരിക്കത്തില്ലല്ലേ. ഞാനും ഒരു കൺഫ്യൂസ്ഡ് സ്റ്റേജിലാണ്. നോർമൽ ആയിട്ടുള്ള ഒരു വ്യക്തിയെ ഒരിക്കലും, അല്ലെങ്കിൽ ക്രിമിനൽ അല്ലാത്തൊരു വ്യക്തിയെ ഒരിക്കലും ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു മൂവി ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ല എന്ന് തന്നെയാണ് ഇപ്പോഴും ഞാൻ വിചാരിക്കുന്നത്. പക്ഷെ വല്ല മാനസിക വിഭ്രാന്തിയുള്ള അല്ലെങ്കിൽ ഒരു ഉള്ളില് ഒരു വയലന്റ് ആയിട്ടുള്ള ഒരു വ്യക്തിയെ ചിലപ്പം അത് മേ ബി ഇൻഫ്ലുവൻസ് ചെയ്തേക്കാം. അത് സിനിമ മാത്രമാണ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നതെന്ന് മാത്രം പറയരുത്. സമൂഹത്തിൽ നടക്കുന്ന പല കാര്യങ്ങളും അതിനെ ഇൻഫ്ലുവൻസ് ചെയ്യാം. അതിനെപ്പറ്റി നമുക്ക് വിശദമായി സംസാരിക്കാം. ഇപ്പൊ ഞാൻ വന്നിരിക്കുന്നത് മാർക്കോ ടി.വിയിൽ പ്രദർശിപ്പിക്കുന്നതിന്റെ അനുമതി റദ്ദാക്കിയിട്ടുണ്ട്. നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. സെൻട്രൽ ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ആണ് ഇവര് ടി.വിയിൽ പ്രദർശിപ്പിക്കുന്നതിന്റെ ആ ഒരു റിക്വസ്റ്റ് നിരസിച്ചത്. എന്താണെങ്കിലും ഇതിനെപ്പറ്റി നമ്മുടെ ട്രിവാൻഡ്രം സെൻട്രൽ ബോർഡ് റീജിയണൽ ഓഫീസർ എന്താണ് പറയുന്നത് നമുക്കൊന്ന് കേൾക്കാം. ആദ്യം ഞാൻ ഈ പറഞ്ഞതുപോലെ കാറ്റഗറി കൺവേർഷൻ എന്ന ആപ്ലിക്കേഷൻ പ്രോസസ്സിലൂടെ ഇവിടെ വന്നിരുന്നു. കുറച്ച് വയലൻസ് സീൻസ് ഒക്കെ റിമൂവ് ചെയ്തിട്ടാണ് തന്നിരുന്നത്. എക്സാമിനേഷൻ കമ്മിറ്റി 5 പേരടങ്ങുന്ന എക്സാമിനേഷൻ കമ്മിറ്റിയാണ് ഫിലിം കാണാറുള്ളത്. ഈ ഫിലിം എക്സാമിൻ ചെയ്യുകയും അതിൽ ഉടനീളം ഉള്ള വയലൻസ് രംഗങ്ങളുടെ കാരണം കൊണ്ട് തന്നെ അത് അത്തരത്തിൽ വീഡിയോ, അതായത് TV സംപ്രേഷണം ത്തിന് യോഗ്യമല്ല എന്നൊരു റിപ്പോർട്ടാണ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്ക് ഈ കമ്മിറ്റി അയച്ചത്. ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ചെയർമാന്റെ അപ്രൂവലോടുകൂടി കാറ്റഗറി കൺവേർഷനുള്ള അപേക്ഷ റിഫ്യൂസ് ചെയ്യുകയായിരുന്നു. സംഭവം എന്താണെന്ന് മനസ്സിലാവാത്തവർക്ക് ഞാൻ സിമ്പിളായിട്ടൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തു തരാം. മാർക്കോ മൂവി ഒരു 18+ A സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ഒരു മൂവിയാണ്. നമ്മുടെ ഇന്ത്യൻ നിയമം വെച്ചിട്ട് ഒരിക്കലും നമ്മുടെ TV-യിൽ A സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള ഒരു മൂവി പ്രദർശിപ്പിക്കാൻ പറ്റില്ല. ഒന്നെങ്കിൽ U ആയിരിക്കണം, അല്ലെങ്കിൽ UA സർട്ടിഫിക്കേഷൻ ആയിരിക്കണം. അതുകൊണ്ട് ഈ A സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള മൂവി തിയേറ്ററിൽ ഇറങ്ങി കഴിഞ്ഞതിന് ശേഷം ഇത് നമ്മുടെ TV-യിൽ പ്രദർശിപ്പിക്കണമെങ്കിൽ അതിനകത്ത് A കണ്ടന്റ് ആയിട്ടുള്ള കാര്യങ്ങളെല്ലാം കട്ട് ചെയ്ത് മാറ്റിയതിനു ശേഷം ഈ സെൻസർ ബോർഡിന് ഇവര് ഇത് അയച്ചു കൊടുക്കുകയും അവരത് കണ്ടിട്ട് അവരാണ് ഇതിന് അപ്രൂവൽ കൊടുക്കുന്നത്. അതിനെ ഈ കാറ്റഗറി കൺവേർഷൻ എന്ന് പറയും. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ A സർട്ടിഫിക്കറ്റ് ആയിട്ടുള്ള മൂവിയെ TV-യിൽ പ്രദർശിപ്പിക്കാൻ വേണ്ടി U അല്ലെങ്കിൽ UA സർട്ടിഫിക്കറ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യുന്ന ഒരു പ്രോസസ് ആണത്. അതിന് വേണ്ടിയിട്ട് ഈ മാർക്കോ മൂവി അവർ കൊടുത്ത സമയത്ത് അതിന്റെ കുറച്ച് ഭാഗങ്ങളെല്ലാം കട്ട് ചെയ്തിട്ട് കൊടുത്ത സമയത്ത് അവർക്ക് അത് കൺവിൻസ്ഡ് ആയില്ല, അവരത് നിരസിച്ചു. ഇത്രയേ ഉള്ളൂ സംഭവം. അതിന്റെ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിനിമ കണ്ടവർക്ക് മനസ്സിലാവും ഇതിനകത്ത് കംപ്ലീറ്റ് വയലൻസ് ആണ്. ആ വയലൻസ് സീൻ എടുത്ത് മാറ്റിക്കഴിഞ്ഞാൽ 10, 40, 50 മിനിറ്റോളം കട്ട് ചെയ്ത് കളയേണ്ടി വരും. അപ്പൊ പിന്നെ സിനിമ ഒന്നും ഇല്ല അതിനകത്ത്, മനസ്സിലായോ? അതുകൊണ്ടാണ് ആ സിനിമ അവർ ഇത് TV-യിൽ പ്രദർശിപ്പിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞിട്ട് നിരസിച്ചതിന്റെ റീസൺ. ഈ മാർക്കോ സിനിമ വലിയൊരു വിജയമായിരുന്നു. അപ്പം ഇവർ തന്നെ അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു മാർക്കോ 2nd, 3rd ഒക്കെ ഉണ്ടാവാനുള്ള ചാൻസ് ഉണ്ടെന്ന്. ഈ മാർക്കോ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്ന ഷെരീഫ് മുഹമ്മദ് എന്ന് പറയുന്ന പുള്ളിക്കാരനാണ്. പുള്ളിക്കാരന്റെ ആദ്യത്തെ പ്രൊഡക്ഷൻ സംരംഭമാണ്. അപ്പം അദ്ദേഹം കുറച്ച് കാര്യങ്ങൾ പറയുന്നുണ്ട്. ഇനി ഞാൻ വയലന്റ് മൂവി എടുക്കില്ല എന്നുള്ള തരത്തിൽ പുള്ളിക്കാരന്റെ ഒരു നിലപാട് പറയുന്നുണ്ട്. നമുക്ക് അതുകൂടെ കേൾക്കാം. മാർക്കോ എന്ന സിനിമ ചെയ്തപ്പോൾ നമ്മളിതൊന്നും പ്രതീക്ഷിച്ചിട്ടല്ല നമ്മൾ സിനിമ ചെയ്തത്. നമ്മളൊരു സിനിമയായിട്ട് കാണുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയാണ് ആ സിനിമ ചെയ്തത്. പക്ഷെ ഇപ്പൊ നടക്കുന്ന പ്രശ്നങ്ങളുണ്ട്. അങ്ങനെ സമൂഹത്തിൽ ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവും എന്നുണ്ടെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ ഇനി കാണിക്കാനായിട്ട് ട്രൈ ചെയ്യില്ല. പിന്നെ ഇനിയിപ്പോ കാട്ടാളൻ എന്നുള്ള സിനിമയിലും നമ്മൾ 3 മാസം മുൻപേ ഈ സിനിമ ഡിസൈൻ ചെയ്തൊരു സിനിമയാണ്. അതിൽ ഈ പറഞ്ഞ പോലെ മാർക്കോ പോലത്തെ വയലൻസ് ഒന്നും ആ സിനിമയിൽ ഇല്ലെങ്കിൽ കൂടിയിട്ട് അത്യാവശ്യം കുറച്ച് വയലൻസ് ഉള്ള സിനിമയായിരുന്നു. പക്ഷെ ഞാൻ ഈ വരുന്ന വാർത്തകളും ഇതൊക്കെ വന്നപ്പോൾ തന്നെ ഞാൻ ഡയറക്ടർക്കും സ്ക്രിപ്റ്റ് റൈറ്റർക്കും ഞാൻ ഇൻസ്ട്രക്ഷൻ കൊടുത്തു കഴിഞ്ഞു. ഇനി നിങ്ങൾ വയലൻസ് കുറച്ചുകൊണ്ടുള്ള രീതിയിൽ എഴുതിയാൽ മതി എന്ന് ഞാൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. ഇനി എന്റെ സിനിമകളിൽ ഞാൻ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യുന്ന രീതിയിൽ ഒരിക്കലും ഇപ്പൊ വന്ന മാർക്കോ സിനിമ വയലൻസിനെ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടി ചെയ്തതല്ല. പക്ഷെ വയലൻസ് അങ്ങനെ ഒരു ഇൻസ്പയർ ആവുന്നുണ്ടെങ്കിൽ എന്റെ സിനിമയിൽ നിന്ന് ഞാനത് മാറ്റി നിർത്താൻ തയ്യാറാണ്. കാരണം എനിക്ക് എൻ്റെ ഉത്തരവാദിത്തം ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. തീർച്ചയായിട്ടും ഇനി വയലൻസ് സിനിമകളിൽ പരമാവധി കുറച്ച് കാണിക്കുക എന്നുള്ളതായിരിക്കും എൻ്റെ ഉത്തരവാദിത്തം. അപ്പൊ അതാണ് പുള്ളിയുടെ നിലപാട് പറഞ്ഞു. പക്ഷെ ഒരാൾ മാറി ഇരുന്നുകൊണ്ട് നമ്മുടെ മലയാള സിനിമയിൽ നിന്ന് വയലൻസ് ഒക്കെ പോകുമെന്ന് എനിക്ക് തോന്നണില്ല. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകൾക്ക് ഇപ്പൊ തന്നെ മനസ്സിലായിട്ടുണ്ട് വയലൻസിന് ഒരു മാർക്കറ്റ് ഉണ്ട്. അത് ചെറിയൊരു മാർക്കറ്റ് അല്ല, അത് ഹ്യൂജ് ഒരു മാർക്കറ്റ് ആണ്. ആളുകൾ ആ ഒരു ജോണറിന് ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. അപ്പം ഇനി വരുന്ന സിനിമകളിൽ എന്താണെങ്കിലും ചിലപ്പം ചെറുതായിട്ടൊരു ഫൈറ്റിനകത്ത് തന്നെ നല്ല രീതിയിൽ വയലൻസ് കുത്തിക്കയറ്റാനുള്ള ചാൻസസ്
പ്രോസസ്സ് ഉണ്ട്. ഈ ഒരു മുഹമ്മദ് ഷെരീഫ് മാറിയത് കൊണ്ട് എല്ലാവരും മാറണമെന്നില്ല. ഇനിയും വയലന്റ് ആയിട്ടുള്ള, ചിലപ്പോൾ മാർക്കോയെക്കാളും വയലന്റ് ആയിട്ടുള്ള മൂവീസ് ചിലപ്പം വന്നേക്കാം. മനസ്സിലായോ? ഇനിയാണ് വേറെ കുറച്ച് കാര്യങ്ങൾ പറയാനുള്ളത്. ഇപ്പം നമ്മുടെ നാടിന്റെ ഒരു അവസ്ഥ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാലോ. വെട്ട്, കൊല, ഓരോ ദിവസവും എണീക്കുമ്പോൾ ആദ്യം കേൾക്കുന്നത് എവിടെങ്കിലും വെട്ടിക്കൊല്ലുക അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിലുള്ള ഇങ്ങനെയുള്ള ന്യൂസസ് ആണ് കേൾക്കുന്നത്. ഈ ന്യൂസസിനെ പറ്റി നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ അതിന്റെ അടിയിൽ വരുന്ന മോസ്റ്റ് ഓഫ് ദ കമന്റും മാർക്കോ എഫക്ട് അല്ലെങ്കിൽ മാർക്കോ കാരണമാണ്, ഇങ്ങനെയുള്ള കമന്റ്സ് ആണ് വരുന്നത്. മാത്രമല്ല ഒരുപാട് ആൾക്കാർ ഈ ഒരു വയലൻസിനെയൊക്കെ സിനിമയുടെ തലയിലോട്ട് ഇടാൻ വേണ്ടി ശ്രമിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഞാൻ ഒരു ക്ലിപ്പ് ഇവിടെ കാണിക്കാം, നിങ്ങൾ ഇതൊന്ന് കാണേ. അണ്ണാക്കിലടി എന്നൊക്കെ പറഞ്ഞ ഇതാണ്. ഇപ്പോ ചില സിനിമകളുണ്ട്, ഏറ്റവും കൂടുതൽ ആളുകളെ കൊന്ന, ഏറ്റവും കൂടുതൽ ആക്രമണം സംഘടിപ്പിക്കുന്ന ആൾ ഹീറോയായി മാറുന്ന സിനിമയ്ക്ക് വലിയ പ്രചരണം കിട്ടുകയാണ്. സിനിമയുടെ തലയിൽ മാത്രം ശ്രീ അരുൺകുമാർ ഒരു സംശയം കേൾക്കട്ടെ. അതായത് ഇപ്പോൾ ശ്രീ അരുൺകുമാറും ആദ്യം സിനിമയിലേക്ക് പോയി അല്ലെ? ഏറ്റവും ആദ്യം താങ്കളും പോയത് സിനിമയിലേക്കാണ്. സിനിമയിൽ അക്രമവാസന പ്രോത്സാഹിപ്പിക്കുന്നു, അത് കാണുന്നതോടുകൂടി എല്ലാവരും അത് ഹീറോ ഏറ്റെടുക്കുന്നു. രാഷ്ട്രീയത്തിൽ എന്താണ് സംഭവിക്കുന്നത്? രാഷ്ട്രീയത്തിൽ അക്രമം നടത്തുകയും രാഷ്ട്രീയ കൊലപാതകം നടത്തുകയും ചെയ്ത് ജയിലിൽ പോകുന്നവരെ നിങ്ങളുടെ രാഷ്ട്രീയ പാർട്ടി എങ്ങനെയാണ് സ്വീകരിക്കുന്നത്? ഇത് ഈ പറഞ്ഞ പോലെ ഹീറോ ആയിട്ടല്ലേ? അതോ അവരെ എന്നേക്കുമായി ജീവിതത്തിൽ നിന്ന് മാറ്റി നിർത്താനും അവർക്കെതിരെ കർശന നിയമ നടപടി എടുക്കാനും അവർക്കെതിരെ ആഹ്വാനം നടത്തുകയുമാണോ നിങ്ങൾ ചെയ്തത്? സിനിമയിൽ ഈ വില്ലത്തരം കാണിക്കുന്നവരെ ഹീറോ ആക്കുന്നു എന്ന് പരിതപിക്കുന്ന താങ്കളും ഇന്ന് താങ്കളുടെ മുഖ്യമന്ത്രി നിയമസഭയ്ക്കുള്ളിലും അക്രമം കാണിക്കുന്ന, പാർട്ടിക്ക് വേണ്ടി അക്രമം നടത്തുന്നവരോട് എന്ത് നിലപാടാണ് സ്വീകരിക്കുന്നത്? നിങ്ങൾ അക്രമവാസനയെ പ്രോത്സാഹിപ്പിക്കുകയാണോ നിരുത്സാഹപ്പെടുത്തുകയാണോ ചെയ്തത്? അണ്ണാക്കിലടി എന്ന് പറഞ്ഞ ഇതാണ്. CPM-ന്റെ നേതാവാണ്, അരുൺകുമാർ ആണ് ആയിരുന്നത്. പുള്ളി മാർക്കോയെ പറ്റി പറഞ്ഞപ്പോൾ നമ്മുടെ ഷാനി പ്രഭാകർ പറഞ്ഞ കാര്യമാണ്. ഒരു മറുപടി അതിന് കൊടുക്കാനില്ല. എനിക്ക് ഇത്രേ പറയാനുള്ളൂ, സിനിമയിൽ മാത്രമാണോ അക്രമം ഉള്ളത്? നമ്മുടെ റിയൽ ലൈഫിൽ എന്തോരം അക്രമങ്ങളുണ്ട്. സിനിമ കണ്ടിട്ട് മാത്രം ആളുകൾ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നു എന്ന് എനിക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. അപ്പൊ നിങ്ങൾ പറയാണ് സിനിമ കണ്ടിട്ട് നാളെ ഒരുത്തൻ വടിവാൾ എടുക്കുന്നു. അങ്ങനെ വടിവാൾ എടുക്കുമെങ്കിൽ ഞാൻ പറയും അവന് വല്ല മാനസിക അസുഖം ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ അവൻ ഓൾറെഡി ഒരു ക്രിമിനൽ ആയിരിക്കും. ഒരു നോർമൽ ഒരു വ്യക്തി, അതൊരു സിനിമയായിട്ട് കാണുന്ന ഒരു വ്യക്തി എടുക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ എന്നിരുന്നാലും 1000 പേരൊരു സിനിമ കണ്ട അതിനകത്ത് ഒരു വ്യക്തിയെങ്കിലും ആ സിനിമ കാരണം ഇൻഫ്ലുവൻസ്ഡ് ആയി കഴിഞ്ഞാൽ അത് ഒരു വിപത്ത് തന്നെയാണ്. പക്ഷെ ഇവിടെ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നത് സിനിമയിൽ മാത്രമല്ല. നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അണ്ണന്റെ പഴയ ഒരു പ്രസംഗമുണ്ട്, നിങ്ങൾ കേട്ടിട്ടുണ്ടോ? കേട്ടില്ല, ഞാനൊന്ന് വെച്ച് തരാം. വരെയുള്ള രാഷ്ട്രീയ പ്രവർത്തനം നടന്നിട്ടുള്ളത്. ഇപ്പോ ഈ പോലീസിന്റെ കയ്യിലുള്ള ആയുധങ്ങളുടെ നടുവിലൂടെയാണ് ഞാൻ സഞ്ചരിക്കുന്നതെന്ന് പറയുമ്പോൾ, ഒരു കാലം ബ്രണ്ണൻ കോളേജിലെ പഠനം പൂർത്തിയാക്കി പുറത്തിറങ്ങിയ കാലം, ആ കാലം ഈ പറയുന്ന RSSകാർക്ക് അറിയില്ലെങ്കിൽ പഴയ RSSകാരോട് ചോദിക്കണം. അന്ന് നിങ്ങളുടെ കയ്യിലുള്ള ഊരിപ്പിടിച്ച കത്തിയും ഉയർത്തിപ്പിടിച്ച വടിവാളുകളുടെയും നടുക്കുകൂടെ തന്നെ ഞാൻ നടന്നു പോയിട്ടുണ്ട്. അന്ന് നിങ്ങൾക്കൊന്നും ചെയ്യാൻ കഴിയാത്ത ഒരു കൂട്ടര് ഇപ്പോ എന്ത് ചെയ്തു കളയുന്നാണ്? നമ്മുടെ മുഖ്യമന്ത്രി പറഞ്ഞ ഡയലോഗാണ്. അത് കേട്ട് കൈയടിക്കാൻ ഒരുപാട് ആളുകൾ അവിടെ ഉണ്ട്. ഈ പറഞ്ഞ ഡയലോഗിൽ രോമാഞ്ച പുളകിതനായിട്ട് ഇവരുടെ അണികൾ, നോർമൽ ആൾക്കാർ ഇത് കണ്ടിട്ട് പുളകിതനാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇവരുടെ അന്തം അണികൾ നാളെ വാളെടുത്തുകൊണ്ട് വടിവാളിന്റെ ഇടയിൽ കൂടെ നടക്കണമെന്നും പറഞ്ഞ് വാഴ വെട്ടി താഴ്ന്നതിന്റെ കൂട്ട് ആളുകളെ വെട്ടാൻ ഇറങ്ങിക്കഴിഞ്ഞാൽ അതിന് ഇൻഫ്ലുവൻസ് എന്നും പറയാം, അല്ലേ? പറയാൻ പറ്റില്ലേ? അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡയറക്ട്ലി ഓർ ഇൻഡയറക്ട്ലി വയലൻസിനെ തന്നെയാണ് ഇവിടെ പ്രൊമോട്ട് ചെയ്തേക്കുന്നത്. അതിനെ ഭയങ്കര മാസായിട്ട് പറഞ്ഞേക്കാണ്, അല്ലേ? അപ്പൊ സിനിമ മാത്രമാണോ ഇവിടെ ഈ പറയുന്ന പോലെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത് ആൾക്കാരെ? ഒരിക്കലുമല്ല. നമ്മുടെ നാട്ടിൽ നടക്കുന്ന പല കാര്യങ്ങളും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ സിനിമ മാത്രമല്ല ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്, പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. അപ്പൊ ഒരു കുറ്റകൃത്യം നടക്കുന്ന സമയത്ത് അത് സിനിമ ഇൻഫ്ലുവൻസ്ഡ് ആവുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനോട് പൂർണ്ണമായിട്ടും യോജിക്കാൻ എനിക്ക് വിയോജിപ്പുണ്ട്. ഇനി ഇതിന്റെ ഒരു മറുവശം കൂടെ ഞാൻ പറയാം. എന്താണ് കറക്റ്റ് സിനിമയിൽ നിന്ന് ഇൻഫ്ലുവൻസ്ഡ് ആകുന്നതെന്ന് ഞാൻ കൃത്യമായി കാണിച്ചു തരാം. ഞാൻ 2 കേസസ് ഇവിടെ കാണിക്കാം നിങ്ങളെ. ഒന്ന് റീസെന്റ് ആയിട്ട് വന്ന ഒരു കേസാണ്. ഇത് ഹൈദരാബാദിൽ നടന്നൊരു കൊലപാതകമാണ്. ഗുരുമൂർത്തി എന്ന് പറയുന്ന ഒരു വ്യക്തി, അങ്ങേര് ഒരു ആർമിക്കാരനാണ്. ഇങ്ങേര് ഇദ്ദേഹത്തിന്റെ വൈഫിനെ ആക്കി കുക്ക് ചെയ്ത് സെപ്പറേറ്റ് ചെയ്ത് ലേക്കിൽ എന്തോ തള്ളി. സോ ഇവനെ പോലീസ് പൊക്കി. അന്നേരം ഇവൻ പറഞ്ഞ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു മെത്തേഡ് അല്ലെങ്കിൽ ഇങ്ങനെ പീസ് ആക്കിയിട്ട് ലയിപ്പിക്കുന്ന ഈ മെത്തേഡ് അവൻ മലയാള സിനിമ സൂക്ഷ്മദർശിനിയിൽ നിന്നാണ് ഇൻഫ്ലുവൻസ്ഡ് ആയത് എന്നാണ് പുള്ളിക്കാരൻ കൊടുത്ത മൊഴി. സോ ഇതിനെ നമുക്ക് ഇൻഫ്ലുവൻസ് എന്നോ അല്ലെങ്കിൽ ഇൻസ്പിറേഷൻ എന്നോ പറയാം. കുറച്ച് നാളുടെ ബാക്കിലോട്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായി കേൾക്കുന്ന ഒരു പേരായിരുന്നു ദൃശ്യം മോഡൽ കൊലപാതകം. ദൃശ്യം മോഡൽ കൊലപാതകം, ദൃശ്യം സിനിമ വന്നതിന് ശേഷമാണ് ഈ ഒരു കൊലപാതകങ്ങൾ ഇങ്ങനെ അറിയാൻ തുടങ്ങിയത്. അതിന്റെ ഒരു ന്യൂസ് കൂടെ കേൾക്കാം. അമ്പലപ്പുഴയിൽ ദൃശ്യം മോഡൽ കൊലപാതകം. കരുനാഗപ്പള്ളിയിൽ നിന്ന് കാണാതായ സ്ത്രീയെ അമ്പലപ്പുഴയിൽ കരൂരിൽ കൊന്നു കുഴിച്ചിട്ടു.
കാണാനില്ല എന്ന പരാതി കൊടുത്തത്. തുടർന്ന് പോലീസ് അന്വേഷണം നടത്തുകയായിരുന്നു. അതിനിടെ ഒരു KSRTC ബസ്സിൽ നിന്ന് കണ്ടെത്തിയ മൊബൈൽ ഫോണാണ് ഈ അന്വേഷണത്തിൽ വഴിത്തിരിവായത്. അത് വിജയലക്ഷ്മിയുടെ ഫോൺ ആയിരുന്നു. ഈ ഫോൺ പ്രതി KSRTC ബസ്സിൽ എറണാകുളത്ത് വെച്ച് ഉപേക്ഷിക്കുകയാണ് ഉണ്ടായത്. വിജയലക്ഷ്മി യാത്രയിലാണ് എന്ന് കാട്ടി അന്വേഷണം വഴിതെറ്റിക്കുക എന്നതായിരുന്നു പ്രതിയുടെ ഉദ്ദേശ്യം. ഈ മൊബൈൽ ഫോണിലെ നമ്പറുകളിൽ അന്വേഷണം നടത്തിയപ്പോഴാണ് പോലീസിന് ജയചന്ദ്രനെ കുറിച്ചുള്ള വിവരം കിട്ടിയതും അങ്ങനെ ചോദ്യം ചെയ്യലിൽ ഒടുവിൽ പ്രതിക്ക് കുറ്റം സമ്മതിക്കേണ്ടി വന്നതും. അല്പസമയം മുമ്പാണ് കരൂരിലെ വീട്ടുവളപ്പിൽ, അവിടെ നിർമ്മാണത്തിലിരുന്ന ഒരു വീടായിരുന്നു, പ്രതിയുടെ വീടിന് തൊട്ടടുത്തുള്ള വീടായിരുന്നു, അത് നിർമ്മാണത്തിലിരുന്ന വീടാണ്. അവിടെയാണ് പോലീസ് തെരച്ചിൽ നടത്തിയതും തറമാന്തി മൃതദേഹം പുറത്തെടുത്തതും. 2027 നമ്മുടെ ആലപ്പുഴ നടന്നൊരു സംഭവമാണ്. ഇതിനകത്ത് ദൃശ്യ മോഡൽ എന്ന് പറയാൻ കാരണം രണ്ട് കാര്യങ്ങളുണ്ട്. ഒന്ന്, പണിതുകൊണ്ടിരുന്ന വീടിന്റെ തറയിൽ കൊണ്ടുപോയി കൊന്നിട്ട് കുഴിച്ചിട്ടു. രണ്ടാമത്തത്, ദൃശ്യത്തിനകത്തൊരു സീനുണ്ട്, പോലീസിനെ കൺഫ്യൂസ്ഡ് ആക്കാൻ വേണ്ടിയിട്ട് ഈ പയ്യന്റെ ഫോൺ കൊണ്ടുപോയി മോഹൻലാൽ ഒരു ലോറിയുടെ മേലിടുന്ന ഒരു സീനുണ്ട്. അതുപോലെ തന്നെ ഈ സ്ത്രീയുടെ ഫോൺ കൊണ്ട് ഇയാൾ ഒരു KSRTC ബസ്സിനകത്ത് ഉപേക്ഷിച്ചു. സോ അന്നേരം കറക്റ്റ് ആ ഒരു ദൃശ്യം മോഡൽ തന്നെ ഒരു പ്ലാനിങ് ആണ് അവിടെ നടന്നത്. അന്നേരം വേണമെങ്കിൽ നമുക്ക് ഇതിനെയൊക്കെ ഈ മൂവിയിൽ നിന്ന്, ഈ പർട്ടിക്കുലർ മൂവിയിൽ നിന്ന് ഇൻസ്പയർഡ് ആയതെന്ന് തന്നെ പറയാം. പക്ഷെ എവിടെങ്കിലും ഒരു വെട്ടോ കൊലയോ നടക്കുവാണെങ്കിൽ ഇന്ന സിനിമയിൽ വെട്ട് കാണിച്ചു, അതുകൊണ്ട് ഈ സിനിമയിൽ നിന്ന് ഇൻസ്പയർഡ് ആയതാണ് വെട്ടിക്കൊന്നെന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ പറ്റില്ല. ഇപ്പൊ നമ്മുടെ നാട്ടില് ഈ മാർക്കോ പോലുള്ള സിനിമകൾ നിരോധിച്ചു കഴിഞ്ഞാൽ വയലൻസും അക്രമവും കുറയുന്നുണ്ടെങ്കിൽ നിരോധിക്കണം എന്ന് ഞാൻ പറയും. നിരോധിക്ക്, 1-2 കൊല്ലത്തേക്ക് നിങ്ങൾ നിരോധിച്ചിട്ട് നമ്മൾ ആ 1-2 കൊല്ലം മോണിറ്റർ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ഈ അക്രമം കുറയുന്നുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടിയിട്ട്. എന്നിട്ടും കുറഞ്ഞില്ലെങ്കിൽ അപ്പൊ നിങ്ങൾക്ക് മനസ്സിലായിക്കോണം ഈ പറയുന്ന സിനിമ അല്ല ഇവിടുത്തെ വില്ലൻ എന്ന്. എനിക്ക് ഇത്രേ പറയാനുള്ളൂ. മേ ബി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ടായിരിക്കാം, മേ ബി ഇൻഫ്ലുവൻസ് ചെയ്യുന്നില്ലായിരിക്കാം. പക്ഷെ എന്റെ ഒരു തോട്ട് പ്രോസസ്സ് വെച്ചിട്ട് ഞാൻ മനസ്സിലാക്കുന്നത് സിനിമ മാത്രമല്ല ഇവിടെ ഇൻഫ്ലുവൻസ് ചെയ്യുന്നത്. അതിലുപരി ഒരുപാട് കാര്യങ്ങൾ ഇവിടുത്തെ കുട്ടികളെയും ആളുകളെയും ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നമ്മുടെ പാർട്ടി പൊളിറ്റിക്സ് ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, മതം ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. സ്കൂളുകളിലെയും കോളേജുകളിലെയും നമ്മുടെ കുട്ടികളുടെ കയ്യിലെത്തുന്ന ഡ്രഗ് മറ്റൊരുത്തനത് യൂസ് ചെയ്യുമ്പോൾ തൊട്ടടുത്തിരിക്കുന്നവൻ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് തോന്നുകയും അതൊരു ഇൻഫ്ലുവൻസ് ആണ്. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള നിയന്ത്രണമാണ് ആദ്യം കൊണ്ടുവരേണ്ടത്. എന്നിട്ട് സിനിമയുടെ മണ്ടയ്ക്ക് കയറാൻ നിൽക്കും. അതിനു വേണ്ടിയിട്ട് നമ്മുടെ സർക്കാർ എന്ത് പുണ്ണാക്കാണ് ചെയ്യുന്നത് എനിക്ക് മനസ്സിലാവുന്നില്ല. ഓരോ ദിവസവും എടുത്ത് നോക്കുവാണെങ്കിൽ കൊട്ടക്കണക്കിന് MDMAയും കഞ്ചാവ് കേസുമാണ് വരുന്നത്. എന്നിട്ട് എവിടെങ്കിലും വല്ല വെട്ടോ കൊലയോ വരുവാണെങ്കിൽ വന്നിട്ട് മാർക്കോ ഇത് എന്ത് വട്ടാണെന്ന് എനിക്ക് മനസ്സിലാവണല്ലോ. ഉള്ള കാര്യം പറയാമല്ലോ. സോ എനിക്ക് ഇത്രേ പറയാനുള്ളൂ. നിങ്ങൾക്ക് എന്താണ് ജെനുവിനായിട്ട് ഇതിന്റെ ഒരു ഒപ്പീനിയൻ, അത് താഴെ ഒന്ന് കമന്റ് ചെയ്യുക. ആരെയും ഡീഗ്രേഡ് ചെയ്യാനോ അല്ലെങ്കിൽ ആരെയോ മോശമായിട്ട് പറയാൻ വേണ്ടി ചെയ്ത വീഡിയോ ഒന്നും അല്ല. ഇതാണ് എന്റെ ഒപ്പീനിയൻ, അത്രേ ഉള്ളൂ. അപ്പൊ ശരിയെങ്കിൽ ഇതൊരു അവസരം കിട്ടാൻ വേണ്ടി ഞാൻ കാത്തിരുന്നു. ലിറ്ററലി ഇതെനിക്ക് കുറെ കാലമായിട്ട് ഇങ്ങനെ പറയണമെന്നുണ്ടായിരുന്നു. സോ ഇപ്പോഴാണ് എൻ്റെ ഒരു അവസരം കിട്ടിയത്, അതുകൊണ്ട് പറയുന്നതേ ഉള്ളൂ. കൂടുതൽ ഒന്നും പറയാനില്ല ഗൈസ്. അപ്പൊ ശരി, ടാറ്റാ ബൈ ബൈ.